ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ വീണ്ടും ഭാഗവതത്തിൻ്റെ മുമ്പിലിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് നമ്മുടെ ഈ ഭാഗവത പാരായണം ഉണ്ടായില്ല. പറഞ്ഞിരുന്നല്ലോ ഗുരുവായൂർക്ക് പോവുകയാണെന്ന്. തിങ്കളാഴ്ച അച്ഛൻ്റെ അവിടെ, അതായത് ഗുരുവായൂർ പ്രഭാകർ. ഇപ്പം ഞാൻ അച്ഛൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം അച്ഛൻ്റെ അവിടെ പോയി. ഗുരുവായൂരാണ് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വച്ചിട്ട് ഭാഗവതം നടക്കുകയാണ്. അതും ഭാഗവതം ദശമ സപ്താഹമായിട്ടാണ് നടക്കണത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സോമവാര്യരാണ് അവിടെ യജ്ഞാചാര്യനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 20-ാം തീയതി അമ്മയുടെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ആ ദിവസം വരികയാണെങ്കിൽ നന്നായി മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മയുടെ പിറന്നാളും ദീപാവലിയും എല്ലാം കൂടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആണ് ഇത്തവണ ആഘോഷിച്ചത്. എന്നുവെച്ചാൽ ഭാഗവതത്തിലൂടെ ആഘോഷം എന്താണ്? ആഘോഷം ഭാഗവതമാണ്. ഭാഗവതത്തിലെ അപ്പുറമൊന്നുമില്ല. അവിടെയൊക്കെ അങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ ചെന്നിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഒന്നും അറിയില്ല എന്ന്. അച്ഛൻ ഓരോരോ ചോദ്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ്റെ ശിഷ്യഗണങ്ങളൊക്കെ ഉത്തരം പറയും. നമ്മളിങ്ങനെ പകച്ചു നോക്കിയിരിക്കുകയാണ്. അപ്പം അച്ഛനിങ്ങനെ പറയും, ഒരു പാട്ട് പാടുമോ? അയ്യോ, പാട്ട് പാടാൻ അറിയില്ല. ഭാഗവതം വായിക്കുമോ? എനിക്ക് അത്ര അറിയില്ല അച്ഛൻ. പിന്നെ എന്താ അറിയാമെന്ന് ചോദിച്ചു അച്ഛനോട്. ഒന്നും അറിയില്ല. അച്ഛൻ്റെ മുമ്പിൽ കുട്ടിയായിട്ടിരിക്കാൻ തന്നെയാണ് പോയത്. വളരെയധികം സന്തോഷം ആയിരുന്നു ആ ഒരു സത്സംഗം. എല്ലാം കൊണ്ടും അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും അതൊക്കെ എത്രയും അനുഭവിച്ചാലും, അത് എത്ര ജന്മം ഉണ്ടായാലും അതെ അച്ഛൻ്റെയൊക്കെ അച്ഛനമ്മമാരുടെ വാത്സല്യമൊന്നും നമുക്ക് മതിയാവില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും ഭഗവാൻ ഓരോ ഭാവത്ത് നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പകർന്ന് തരുമ്പോൾ ഭഗവാന്റെ കാരുണ്യം ആലോചിച്ച് നോക്കൂ. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ സോപാന സംഗീതമായിരുന്നു. അപ്പോൾ സാധാരണ നിലയ്ക്ക് സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അവർ വരും, സോപാന സംഗീതം പാടിയിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഞാൻ ധരിച്ചു വശമായിട്ടുള്ളത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്നു. സത്യമായിട്ടും അതൊരു അത്ഭുതമായിട്ട് അറിവുകളായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവാത്തതും നമ്മളൊന്നും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള അറിവുകൾ. ഓരോരോ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം ഭഗവതിയെ പറ്റി പാടുമ്പോൾ, ആ കളമെഴുത്ത് പാട്ട് അതിന് പറ്റിയിട്ടുള്ളത് പാടുമ്പോൾ, അതുപോലെ നാഗരാജാവിനെ പറ്റിയിട്ട്, അങ്ങനെ ഓരോന്നും കീർത്തനങ്ങൾ അദ്ദേഹം സോപാനങ്ങൾ സംഗീതത്തിലൂടെ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അത് വേണ്ടതുപോലെ അതിന് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കണം. എന്താണ് സർപ്പാരാധന, എന്താണ് ആ ദേവിയുടെ ആ ഭാവം, എന്താണ്, എങ്ങനെയാണ് കളമെഴുത്ത് വരാനുണ്ടായ കാരണം എങ്ങനെയാണ്, അതുപോലെ തന്നെ സോപാനം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ആ സോപാന സംഗീതം എന്ന് വന്നത്, അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഇടയ്ക്കയുടെ പ്രത്യേകതകൾ എന്താണ്, എല്ലാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് അദ്ദേഹം. അത് ഒരുപാട് നല്ലൊരു അനുഭവമായി. ശരിക്കും ധാരാളം പേരിലേക്ക് എത്തേണ്ടതാണത്. നമുക്കൊന്നും അറിയാത്തവരിലേക്ക് എത്തേണ്ടതാണത്. അങ്ങനെ ധാരാളം അറിവുകൾ പകർന്നു തന്നിട്ടാണ്. ശരിക്കും എനിക്കപ്പോൾ നഷ്ടബോധം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന്
ശരിക്കും അതാണ് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയത്, എല്ലാവരിലേക്ക് എത്തിക്കാൻ. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ ഭഗവാൻ എപ്പോഴെങ്കിലും ഒരിക്കലും നമുക്കതിന് സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിന് അടുത്ത ദിവസം ഗുരുവായൂരപ്പൻ. അപ്പം അന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത്. തിങ്കളാഴ്ച ദീപാവലിയുടെ അന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയില്ല. അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ്റെ അവിടെ ഇരുന്ന ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അനുഭവിച്ച അച്ഛനെയും അച്ഛൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഗുരുവായൂരപ്പൻ്റെ സ്നേഹവും ആചാര്യൻ്റെ സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് സജ്ജനങ്ങളുടെ സ്നേഹം ഒക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ ആ ഭാഗവതത്തിൻ്റെ മുമ്പിലിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അന്ന് 8 മണിയൊക്കെ കഴിഞ്ഞു അവിടെ എല്ലാം സമർപ്പിച്ചപ്പോൾ, സോപാന സംഗീതമൊക്കെ സമർപ്പിച്ചപ്പോൾ. അങ്ങനെ അടുത്ത ദിവസം ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി. പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഒരു 9 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് നാമം ജപിച്ചു. അതിന് ശേഷം രാവിലത്തെ ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 9:30 കഴിഞ്ഞുണ്ട്. അപ്പോഴേക്കും എന്ത് ചെയ്തു, ക്യൂവിൽ നിൽക്കാം എന്ന് നോക്കിയപ്പോൾ ആ ക്യൂവ് വലിയ നീളമൊന്നുമില്ല. സാധാരണ സമയത്തുള്ള ഒരു തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ ചിലപ്പോൾ ആ ക്യൂ ഇങ്ങനെ വളഞ്ഞ് നമ്മുടെ പാഞ്ചജന്യത്തിലേക്ക് പോണ വഴിയിലൂടെ വളഞ്ഞിട്ട് പിന്നെ അവിടെ ഉള്ള ആ ഒരു ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലൊന്ന് വളഞ്ഞ് നിന്ന് അതിലൂടെ പുറത്തേക്ക് വന്ന് നേരെ പടിഞ്ഞാറ് നടയിലേക്ക് എത്തിയിട്ടൊക്കെയാണ് മിക്ക ദിവസവും കാണാറുള്ളതാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത്രയില്ല. ആ ഓഡിറ്റോറിയത്തിൽ കുറേ ഒന്നും അങ്ങോട്ട് തുടങ്ങേണ്ട കുറച്ച് പേരേ ഉള്ളൂ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതുകൊണ്ട് കാലിന് കുറച്ചൊരു വേദന നല്ലോണം ഉള്ള, നല്ല ബുദ്ധിമുട്ടുണ്ട് കാല്. അപ്പോൾ എനിക്കധികം നിൽക്കാനുള്ള പ്രയാസമുണ്ട്. നിന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പ്രയാസം, ഇരുന്ന് കഴിഞ്ഞാൽ നടക്കാൻ പ്രയാസം, അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഭഗവാനാണ് കേട്ടോ ഈ കാല് കൊണ്ട് എങ്ങനെയാണ് എന്നാൽ പിന്നെ 22 കിലോമീറ്റർ ഗോവർദ്ധന പരിക്രമ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഈ കാല് കൊണ്ടല്ല. രാധാകൃഷ്ണന്മാരുടെ അവർ രണ്ടുപേരും എടുത്തുകൊണ്ട് നടക്കുകയാണ് ചെയ്തത് എന്നുള്ളത് അനുഭവമായതാണ്. ശരിക്കും ഇപ്പോഴും എനിക്കതൊരു അത്ഭുതമാണ് എങ്ങനെ നടന്നു എന്നുള്ളത്. കാരണം അത്ഭുതം വെച്ചാൽ ഭൗതിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ, പക്ഷേ അപ്പോൾ തന്നെ ഉള്ളിലിരുന്നിട്ട് ഭഗവാൻ പറയണം ഞങ്ങൾ രണ്ടാളും എടുത്തു കൊണ്ടുപോകല്ലേ ചെയ്തത്, അത്ര അത്ഭുതപ്പെടാനുള്ളതെന്ന്. അപ്പം അങ്ങനെ ആ കാലിൻ്റെ പ്രയാസമുള്ളത് കൊണ്ട് അധികം ക്യൂ ഇല്ല. എന്നാലും ക്യൂ നിന്നിട്ടാകുമ്പോൾ ധാരാളം ജപിക്കാലോ എന്ന് വിചാരിച്ച് ക്യൂവിൽ കയറി. എന്താണെന്നറിയില്ല, ഭഗവാന്റെ വികൃതി എന്താണെന്നറിയില്ല. ക്യൂവ് വളരെ സാവധാനമാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. പന്തീരടി പൂജ കഴിഞ്ഞ് നട അടച്ച് തുറന്നതിന് ശേഷം എന്നിട്ട് സാവധാനം നീങ്ങി ഞങ്ങളൊരു 10 അവിടെ ആ ക്യൂവിൽ നിൽക്കുന്നവരെ എല്ലാവരും എന്നോടൊപ്പം നിന്നവരൊക്കെ ഒരു 10:30 ആയപ്പോഴാണ് ആ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയത്. നമ്മളെ ഒരു കൂട്ടിൽ അടയ്ക്കുമല്ലോ, ആ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയത്. അതിലാണെങ്കിൽ നമ്മൾ വന്നപ്പോൾ കൂടൊക്കെ നിറഞ്ഞ് ഏറ്റവും അറ്റത്ത് നല്ലോണം ആ വടക്കേ അറ്റത്തുള്ള ആ ഒരു ലൈനിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതുവരെയുള്ളത് മുഴുവനും എല്ലാവരും തൊഴുതതിന് ശേഷമേ നമ്മളെ വിടുള്ളൂ. അപ്പോൾ ഒരു 10:30 അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. 11:30 വരെ കുറച്ച് പേര് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ നട അടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ 12:30 നട തുറന്നിട്ട് ഉള്ളിൽ കടന്ന് തൊഴുത് പുറത്തേക്ക് കടന്ന് ആ പ്രസാദം വരുന്ന കൗണ്ടറിൻ്റെ അവിടെ നോക്കിയപ്പോൾ മണി 2 മണിയായിരിക്കുന്നു. അതെന്താണെന്നറിയില്ല. അത്രയും നേരം ജപിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയാണ് അത്രയും നേരം അങ്ങനെ. എന്നാൽ തിരക്കുണ്ടായിട്ടാണോ അല്ല, തിരക്കുള്ളപ്പോൾ ഇതിനേക്കാളും വേഗത്തിൽ ഒക്കെ തൊഴുത് പുറത്തേക്ക് കിടക്കാറുണ്ട്. ഇത്തവണ എന്താ അറിയില്ല, അതങ്ങനെയായിരുന്നു ഭഗവാന്റെ ലീലകൾ. ഞാൻ വിചാരിച്ചു നേരത്തെ തൊഴുത് പുറത്ത് കിടക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കാം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്തോ ഈ കാലുവേദനയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു തളർച്ച തോന്നി. പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോയില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം പോയി ഭഗവാന്റെ ദീപാരാധനയുടെ സമയത്ത് പിന്നെ ഉള്ളിലൊന്നും കയറിയില്ല. അവിടെയൊക്കെ തൊഴുത് പോന്നു. കുമാരേട്ടനെ കണ്ടു. ഞങ്ങൾ വൃന്ദാവനത്തിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു കുമാരേട്ടനോട്. അങ്ങനെ
കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ കുറുവല്ലൂർ ഇല്ലത്ത് സപ്താഹം നടക്കുന്നുണ്ട്. കല്ലവള്ളി ജയശങ്കറിൻ്റെ സപ്താഹമാണ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോവാം. രാവിലെ ഒരു 6-6:15 കൂടിയിട്ട് ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹത്തിന് അവിടെ ഇല്ലത്തേക്ക് പോയി കഴിഞ്ഞ് അവിടെ ആദ്യത്തെ ഭാഗം വായിച്ച് ഒരു 8 മണിക്ക് സമർപ്പിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഹരിയുടെ ചോദ്യം, സുദർശന ചേച്ചി വരുന്നുണ്ടോ, ഹരികന്യകയെ തൊഴാൻ നമുക്ക് കല്ലുത്തിപ്പാറ കാണാൻ പോവുക, അവിടെയുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്ലുത്തിപ്പാറ എന്ന് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു കാൽ കുത്തിപ്പാറ എന്നാണ്. ഭഗവാന്റെ പാദം ആ പാറയിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാൽ കുത്തിപ്പാറ എന്നാണ് ആ പാറയുടെ പേര് എന്നാണ്. അത് ഇങ്ങനെ കാലക്രമേണ കല്ലുത്തിപ്പാറയായതാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരു മനോഹരമായ ക്ഷേത്രമുണ്ട്, അതിസുന്ദരനായിട്ടുള്ളൊരു കണ്ണനുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ കൃഷ്ണ കുടുംബത്തിലെ രാഖി ധാരാളം പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുമുണ്ട്. ഒരു ദിവസം എന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് സമയമാകുമ്പോൾ രാഖി ഉണ്ടാവില്ല, രാഖിക്ക് സമയമുള്ളപ്പോൾ എനിക്ക് പോകാനും പറ്റില്ലാത്തൊരവസ്ഥയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ അവിടെ പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഹരികന്യക ക്ഷേത്രം ഇങ്ങനെ ഒരു ക്ഷേത്രം അപൂർവമാണ്. ഒന്ന് തന്നെയുള്ളൂ എന്ന് തന്നെ, കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഒന്ന് തന്നെയുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ബോധ്യമായത്. ഈ ഭഗവാന്റെ സുന്ദരമായ രൂപത്തിനെ ശ്രദ്ധിക്കാത്തവരൊക്കെയാണ് ഈ അസുരന്മാരെന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ ഈശ്വരൻ്റെ അതിസുന്ദരമായ രൂപത്തോടുകൂടി ഈശ്വരൻ മുന്നിൽ വന്ന് നിന്നിട്ടും ആ ഈശ്വരനെ ശ്രദ്ധിക്കാത്തവരാരാണോ അവരാണ് അസുരന്മാർ. ഭഗവാന്റെ ആ രൂപത്തെ ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി ഒന്ന് കൈവണങ്ങി ആ ഭഗവാനെ കാണണം, ആ ഭഗവാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓടിപ്പോയി പോരണു എന്നുള്ളതല്ലാതെ കണ്ട് അങ്ങനെയുള്ളവരിൽ പോലും ആസുരികത ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. കാരണം എന്താണെന്നറിയുമോ അങ്ങനെ പറയാൻ കാരണം? എന്തൊരു സുന്ദരിയായിട്ട് ആ കണ്ണൻ അവിടെ നിൽക്കണേന്നറിയോ. ഹരി കന്യകയായിട്ട് മാറിയിട്ട്, അതായത് അമൃതകലശം കയ്യിൽ അമൃതകലശം അസുരന്മാർ തട്ടിയെടുത്തപ്പോൾ ഭഗവാൻ ദേവിയായിട്ട് മാറി ആ സുന്ദര രൂപം. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, കണ്ണനല്ലാണ്. ഞാനവിടെ ചെന്നിട്ട് ഹരികന്യകാഭാവത്തിൽ ദേവിയുടെ അമ്മയുടെ ഭാവത്തിൽ ഇങ്ങനെ വിളിച്ചില്ല. എനിക്ക് തോന്നണില്ല വിളിക്കാൻ. ഞാൻ കണ്ണാന്ന് എന്നെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴും കണ്ണനൊരു പ്രത്യേക പുഞ്ചിരിയുണ്ട്. അതെന്താണെന്ന് എനിക്കൊട്ട് നിശ്ചയമായില്ല. എന്താ ഒരു കള്ളച്ചിരി ഞാൻ കാണുന്നുണ്ടായി, നിശ്ചയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ അല്ല കണ്ണ ആസുരന്മാർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയത്. കാരണം ഭഗവാനെ ഒരു നോക്ക് ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭഗവാൻ സ്ത്രീവേഷം കെട്ടി വന്നാലും അവർക്ക് മനസ്സിലായേനെ ഇത് ഭഗവാൻ സ്ത്രീവേഷം കെട്ടി വന്നു. ഭഗവാനെ അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഭഗവാൻ ഏത് വേഷം കെട്ടി വന്നാലും അറിയുക? നമുക്ക് നിത്യപരിചയമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ ആൾ ഏത് വേഷം കെട്ടി വന്നാലും അവരുടെ ഏതെങ്കിലും ഒരു ഭാവങ്ങളെ കൊണ്ട് അത് ഇന്ന ആളാണെന്ന് മനസ്സിലാവും. അപ്പോൾ അസുരന്മാർക്ക് ഒട്ടും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാനിൽ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇങ്ങനൊരു സൂത്രപ്പണി ഒപ്പിച്ചത്. എന്നാൽ അത്രയും ആ ശ്രദ്ധയോടുകൂടി നോക്കുമ്പോൾ കൃഷ്ണൻ തന്നെ അങ്ങനെ പറഞ്ഞു. അവിടെ നിന്നിട്ട് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പരദക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നൊക്കെ ജപിച്ചിട്ടൊക്കെ പ്രദക്ഷിണം വയ്ക്കണേ. ആ ദേവിയുടെ ഭാവത്തിൽ ഇങ്ങനെ കാണണേ ഇല്ല. അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് പിന്നെ ചെന്ന് നിൽക്കണം. കൃഷ്ണനായിട്ട് എന്നെ കണ്ട് തൊഴുത് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്ന വഴിയുണ്ട്. പെട്ടെന്നുണ്ട് നാവുമ്മേ രാധേ 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 എന്ന്. അപ്പോഴാണ് എനിക്ക് ശരിയാണ്, രാധയാണ് ഭഗവാന്റെ യോഷിത് രൂപം വെച്ചാൽ രാധയാണ്, പരമപ്രേമരൂപ. ആ ഭഗവാന്റെ പരമമായ പ്രേമസ്വരൂപമാണ് രാധ. ആ ഭഗവാനിൽ നിന്നുണ്ടായതാണ് രാധ. അപ്പം ഇവിടെ നിൽക്കുന്ന ഹരികന്യക എന്ന് പറയുന്നതും രാധ തന്നെയാണ്. ആ പ്രേമത്തെ അനുഭവിക്കാൻ കഴിയുന്നവർ, ആ രാധാപ്രേമത്തിനെ അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് അമൃത ലഭിക്കും.
അതായത് കേവലം ലൗകികമായ ആസക്തിയോട് കൂടിയിട്ട് പരമപ്രേമത്തിനെ സമീപിച്ചാൽ അത് അവർക്ക് ആ അമൃതത്വം ലഭിക്കില്ല. ആ പ്രേമം ശരിക്കും ആ പരമമായിട്ട് ഉള്ള ആ പ്രേമത്തെ ലഭിക്കണമെങ്കിൽ ആ പ്രേമസ്വരൂപിയായ രാധയോടുള്ള പ്രേമം നമ്മുടെ ഉള്ളിലെ രാധയെ അറിഞ്ഞ് ഉപാസിക്കുകയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ആ നേരത്ത് ആ രാധാനാമം നാവിൽ വന്നിട്ട് ഈ ഒരു ഇത് ബോധ്യപ്പെടുത്തി തരണമെന്നില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത് വരെ വേറെ ഒന്നും നാവിൽ ജപിക്കാൻ പറ്റണില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഒരു നാമം വരണില്ല. രാധേ 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 എന്ന് ജപിച്ചുകൊണ്ട്, ആ രാധാനാമം ജപിച്ചുകൊണ്ട് ശരിക്കും ആ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ധാരാളം കേൾക്കുന്നതാണ് രാധാനാമം. പല വിധത്തിലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, പ്രേമാനന്ദ് മഹാരാജിൻ്റെ ചെറിയ ചെറിയ ഷോർട്സുകളാണ് വല്ലാണ്ട് ഹൃദയത്തിലേക്ക് ആകർഷിച്ചത്. അദ്ദേഹത്തിന് നമ്മൾ വൃന്ദാവനത്തിൽ പോയിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു രാധാ പ്രേമം നമ്മൾക്കത് കൂടുതലൊന്നും അറിയാണ്. അദ്ദേഹം വളരെ ആനന്ദത്തോടു കൂടിയിട്ട് രാധാ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം. കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദവും ആ ലയവും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത പ്രേമാനന്ദ് മഹാരാജ് എന്ന് സെർച്ച് ചെയ്താൽ ധാരാളം കാണാം അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് നമ്മൾ ലൗകിക ദൃഷ്ടിയിൽ നോക്കുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരം അസുഖം ബാധിച്ചിട്ട്, കിഡ്നി അസുഖം ബാധിച്ചിട്ട് 2 കിഡ്നിയും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം 10-20 കൊല്ലമായിട്ട് ജീവിക്കുന്നത്. ഒരു കുഞ്ഞു മോള് ചെന്നിട്ട് പറയണു, ഞാൻ മഹാരാജ്, ഞാൻ എൻ്റെ 2 കിഡ്നിയും തരാം, എനിക്കിപ്പോൾ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങേപോലെയുള്ളവർക്ക് ഈ ഇവിടെ ആവശ്യമാണ്, അത് കാരണം അങ്ങേക്ക് എൻ്റെ 2 കിഡ്നിയും തരാമെന്ന് കൊച്ചു കുഞ്ഞ് ചെന്ന് പറയണ ഒരു വീഡിയോ കണ്ടിരുന്നു. എത്ര അതൊക്കെ നമുക്ക് ആ ഒരു അപ്പോൾ അദ്ദേഹം പറയണു, ഇതൊക്കെ രാധയും കൃഷ്ണനുമാണ്. എനിക്ക് ശരീരത്തിൽ ഇതില്ലെങ്കിലും എൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് രാധയും കൃഷ്ണനും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിന് ചികിത്സകളോ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല. നമ്മളെ പോലെയുള്ളവർക്ക് അതൊക്കെ ബാധകമുള്ളൂ. അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല. ഒരു ചെറിയ കാലുവേദന വന്നിട്ട് വരെ നമ്മളെ അത് ബാധിച്ചു. അദ്ദേഹത്തിന് ഇത്ര വലിയ കാര്യം വന്നിട്ട് അത് ബാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ രാധാനാമത്തിൻ്റെ മഹത്വം. അപ്പം അങ്ങനെ ആ ഹരികന്യകെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ കാൽക്കുത്തിപ്പാറയിലേക്ക് പോയത്. അപ്പോൾ മനോഹരമായൊരു സ്ഥലം, ധാരാളം മുളങ്കാടുകളൊക്കെ ഉണ്ട്, മനോഹരമായ സ്ഥലമാണ് അവിടെ. ചെന്നാൽ ശരിക്കും നമുക്ക് ആ ഒരു കൃഷ്ണൻ്റെ സാമീപ്യം അനുഭവപ്പെടും. അവിടെ എവിടേക്കോ ഭഗവാൻ നിന്ന് ഓടക്കുഴൽ വിളിച്ച പോലെ വൃന്ദാവനത്തിലെത്തിയ പോലെയുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ രാധാനാമം ജപിച്ച് ഹരികന്യകയുടെ അവിടെ നിന്ന് എത്തിയപ്പോൾ സാക്ഷാൽ വൃന്ദാവനത്തിലെത്തിയ പോലെയായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ക്ഷേത്രം, അതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അത്ര ക്ഷേത്രം. തറയും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പൂജയൊന്നും ഇല്ലാണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് 10-15 കൊല്ലമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ ക്ഷേത്രമൊക്കെ അവിടെ വന്നിട്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അവിടെ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട്, ഭഗവതി അമ്മയുണ്ട്. അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ഉപദേവന്മാരോടൊക്കെ കൂടിയിട്ട് മനോഹരമായത് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കൊച്ചൊരു ഇതാണ് കേട്ടോ. ക്ഷേത്രം വളരെ കുഞ്ഞിയതാണ്, അത്ര ചെറുതാണ് ആ ക്ഷേത്രം. അങ്ങനെ അത് ആ പാറയുടെ ഇടുക്കിലൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ആ ക്ഷേത്രം ഉള്ളത്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആ പാറയിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഭഗവാൻ കാല് കുത്തിയ ആ പാദം പതിഞ്ഞ സ്ഥലം അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ പശുക്കളുടെ കയറ് ഒരഞ്ഞ കഥ ഒരു പാട് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു ചെറിയ ഒരു ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെറിയ കുളം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ജലസ്രോതസ് അവിടെയുണ്ട്. അതിൽ ഒരിക്കലും ഏത് വേനൽക്കാലത്തും അതിൽ വെള്ളം വറ്റില്ല അത്രേ, എപ്പോഴും അതിൽ വെള്ളം ഉണ്ടാവും എന്നാണ് അവിടെയുള്ളവർ പറയണത്. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ
ഞാനിങ്ങനെ അവിടെ ആലോചിച്ചു, ഈ ഭഗവാന്റെ അവിടെ കണ്ണൻ്റെ അവിടെ പശുക്കളെയൊന്നും കെട്ടിയിടില്ലല്ലോ, പിന്നെ ഇങ്ങനെയാണ് പോയി കയറൊക്കെ ഉരഞ്ഞു പോയി, അതെങ്ങനെയാണ് കയറ് ഉരഞ്ഞ് എന്ന് ചോദിച്ചു. കയറിട്ട് കെട്ടില്ലല്ലോ, കഴുത്തിലൊന്നും ഒരു പശുക്കളുടെയും കയറ് കെട്ടിയേക്കണം കണ്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ കൂടെ ഉണ്ടായപ്പോൾ ചിത്ര പറഞ്ഞു, അത് ചിലപ്പോൾ ചിലതുണ്ടാവുമല്ലോ അങ്ങനെ വല്ലാണ്ട് പിടിച്ചാൽ കിട്ടാത്ത, അവരെ കയറിട്ടിട്ട് മൂക്ക് കയറിട്ട് വിളിക്കുന്നതെന്ന് തോന്നി. അതില്ല, ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേട്ടാൽ വരാത്ത ഒരു പശുക്കളും ഇല്ല. കണ്ണൻ്റെ പശുക്കൾക്കൊന്നും നമ്മളുടെ മൂർഖ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പശുക്കൾക്കും ആ മൂർഖ സ്വഭാവം വന്നത്. അപ്പോൾ കണ്ണൻ്റെ പശുക്കൾക്കൊന്നും അത് ഉണ്ടാവില്ല. പിന്നെ അതെങ്ങനെയാവും എന്നിങ്ങനെ ആലോചിച്ചു. അതൊക്കെയാണ് നമ്മളുടെ ഒരു അത് ഓരോ ഭഗവാന്റെ ഓരോ ലീലകളെ ഇങ്ങനെ സ്മരിക്കും, ഇങ്ങനെയൊക്കെ തന്നെയാണ് സങ്കല്പം. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് കണ്ണൻ പറഞ്ഞത്, അതെന്താണെന്നറിയോ, ഈ പശുവിൻ്റെ പാല് കറക്കുന്ന പശുക്കളുണ്ടല്ലോ, അവരുടെ കഴുത്തിൽ കയറിട്ടിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പശുക്കുട്ടികൾ അവരുടെ കഴുത്തിൽ കയറുണ്ടാവും. കാരണം അവരെ പിരിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കയറുണ്ടാവും. അപ്പോൾ അവരെ പിടിച്ച് കെട്ടുക, അങ്ങനെ കെട്ടിക്കഴിഞ്ഞാലല്ലേ, അല്ലെങ്കിൽ പയ്യനെ കറക്കാൻ കുട്ടികളെപ്പോഴും ഒന്ന് കുടിച്ചാൽ പാലുണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ചില പശുക്കളുടെ കഴുത്തിൽ അങ്ങനെ കയറുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണെന്നാണ് കണ്ണൻ പറഞ്ഞു തന്നത് അവിടെ വച്ചിട്ട്. എന്തായാലും മനോഹരമായ ആ ഒരു ക്ഷേത്രങ്ങളുടെയൊക്കെ ദർശനം നടത്താനായിട്ട് സാധിച്ചു. അതുപോലെ പിന്നെ തിരിച്ച് ഇല്ലത്ത് വന്നു. അവിടെ ഭാഗവത പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭാഗവതത്തിൽ ഉള്ള ആ ശരിക്കും അന്ന് ഋഷഭദേവൻ്റെ അവതാരം, ഋഷഭൻ്റെ കഥകൾ, അതൊക്കെയാണ് പഞ്ചമസ്കന്ധാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ച് ഉച്ചവരെയാണ് അവിടെ ഇരിക്കാനുള്ള ഒരു അത്രയേ ഉണ്ടായുള്ളൂ. ഭഗവാൻ ഉച്ചവരെയാണ് നമുക്കവിടെ സമയം തന്നത്. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നു. ബുധനാഴ്ച വൈകുന്നേരം വന്നു. ഇന്നലെ പിന്നെ നമ്മളുടെ മുല്ലോർലി തേവരുടെ നാമജപം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ആ നാമജപത്തിൻ്റെ ഉള്ളിൽ വൃന്ദാവനത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച കുറേ പേർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഭാഗവതം പാരായണം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാദ്യം കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്കത് ആ ഭാഗവത പാരായണം തുടങ്ങാം. ഭാഗവതം നമ്മൾ പാരായണം ചെയ്തത് അതായത് 9-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ 24 കൂടിയുള്ള ശ്ലോകങ്ങൾ വരെയാണ് പാരായണം ചെയ്ത് വച്ചത്. അപ്പം അതിൽ ആ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെ കണ്ടുകൊണ്ട് ഭീഷ്മർ പറയണു, അന്ത്യകാലത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വന്നു, എന്നെ അവിടുത്തെ രൂപത്തെ ദർശിപ്പിക്കാനായിട്ട്, ദർശനം തരാൻ വേണ്ടിയിട്ട് ആ ചതുർഭുജ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭീഷ്മരുടെ മുമ്പിൽ പ്രകാശിച്ചു എന്നുള്ളത് വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനിയിപ്പോൾ പാരായണം ചെയ്തത് 25-ാമത്തെ ശ്ലോകമാണ്. അത് തൊട്ട് പാരായണം ചെയ്യാം. ഭീഷ്മസ്തുതിയാണുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായം പാരായണം ചെയ്ത് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സൂത ഉവാച യുധിഷ്ഠിരസ്തഥാ കർണ്യാ ശയാനം ശരപഞ്ജരേ അപ്യച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാൻ ചാനുശൃണ്വതാം. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആജ്ഞാതോ അഭയലക്ഷണാൻ.
ആംനാദോ ഭയലക്ഷണൻ, ആംനാദോ എന്നാണ് കേട്ടോ, ആംനാദോ ഭയലക്ഷണൻ ദാനധർമ്മൻ രാജധർമ്മൻ മോക്ഷധർമ്മൻ വിഭാഗശ ശ്രീധർമ്മൻ ഭഗവദ്ധർമ്മൻ സമാസവ്യാസയോഗത സമാസവ്യാസയോഗത. ഇത്തിരിയൊക്കെ ആദ്യമൊക്കെ പിന്നെയും തോന്നുന്നു കുറച്ച് എളുപ്പത്തിൽ വായിക്കാൻ പറ്റിയെന്ന്. ഇപ്പോൾ ആദ്യമായിട്ടൊന്നല്ല, രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ഞാൻ ഒരു തവണ ഇതിന് മുമ്പ് വായിച്ചിട്ടുണ്ട്. അത് ഞാനല്ല വായിച്ച, ഗുരുവായൂരപ്പനെ വായിച്ചത്. ഞാനിങ്ങനെ എന്നിലൂടെ പറഞ്ഞു എന്നേ, ഇത് എനിക്ക് വായിക്കണം എന്നുള്ളൊരു ഭാവത്തിലിരിക്കുകയാണല്ലോ. ഇത് കാരണം കൊണ്ട് കുറച്ച് പ്രയാസം തന്നെയാണ് അത്. അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം എന്നൊന്നുകൂടെ പറയാം. ധർമാർത്ഥ കാമമോക്ഷംശ്ച സഹോപായാന്യഥാ മുനേ നാന്യാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ധർമ്മം പ്രവദതസ്തസ്യ സകാലാ പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തു ഉത്തരായണം കാത്തു കിടക്കണു. ആ ഒരു ഭാവമാണ്. ഒന്നുകൂടെ വായിക്കാം ശ്ലോകമേ. ധർമ്മം പ്രവദതസ്തസ്യ സകാലാ പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യുർവാഞ്ചിതസ്തുത്തരായണ. തതോപസംഹൃത്യ ഹരിം സഹസ്രണേർ വിമുക്തസംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിത ദൃശ്യധാരയൻ. ഹരേ ഗുരുവായൂരപ്പ. ഒരു ശ്ലോകം കൂടിയുണ്ട്. വിശുദ്ധയാ ധാരണയാ ഹതാശുഭ സദീക്ഷയൈവാശുശതായുധാവ്യഥ നിവൃത്യ സർവേന്ദ്രിയവൃത്തിവിഭ്രമ സുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ശരകൂടശയാനോക്തി സശ്രദ്ധം കേട്ട ധർമ്മജൻ ഋഷിമാർ കേൾക്കവേ ചോദിച്ചറിഞ്ഞു പലധർമ്മവും. നരസ്വഭാവഭേദങ്ങൾ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാദിസ്താം. ആംനാദോ ഭയലക്ഷണം ദാനധർമ്മം രാജധർമ്മം മോക്ഷധർമ്മം ഫലേതരം ശ്രീധർമ്മം ഭഗവദ്ധർമ്മം സമാസവ്യാസരീതിയിൽ. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സഹോപായങ്ങളും മുനേ നാനാഖ്യാനേതിഹാസേന വർണ്ണിച്ചു തത്വവിത്തുടൻ. ഭീഷ്മധർമ്മത്തെ വാഴ്ത്തുമ്പോൾ ഉത്തരായണകാലമായി ഇച്ഛിക്കുന്നതിതാണല്ലോ ഛന്ദോന്മൃത്യുക്കൾ യോഗികൾ. പ്രഭാഷണം നിർത്തിയുടൻ മഹാരഥൻ പുരസ്ഥിതൻ കൃഷ്ണനിൽ നിർത്തി മാനസം. കൃഷ്ണൻ ലസൽപീതപടൻ ചതുർഭുജൻ നിറഞ്ഞു നിന്നു വിടരുന്ന കൺകളിൽ. വിശുദ്ധമാം ധാരണയാൽ ഹതാശുഭൻ തദീഷ്ണനാൽ തന്നെ ഗദാസ്ത്രവേതനൻ നിവർത്തി സർവേന്ദ്രിയവൃത്തി വിഭ്രമൻ ശരീരസന്ധ്യായി ഭജിച്ചു കൃഷ്ണനെ. അങ്ങനെ അവിടെ കിടക്കുന്ന ഭീഷ്മരെ, അതായത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ, ധർമ്മപുത്രരെ എന്തു ചെയ്തു? എല്ലാവരോടും കൂടെ ആ ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്.
അപ്പോൾ ഈ അന്ത്യസമയത്ത് ഇതൊക്കെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാലും അത് ആ സമയത്ത് ആ ഭീഷ്മരിൽ നിന്ന് ചോദിച്ചറിയാണ്. കാരണം അതിന് 2 കാരണങ്ങളുണ്ട്. ആ ഭീഷ്മർ എന്തുകൊണ്ടാണ് ശരശയ്യ ഇത്രയധികം ശരങ്ങൾ എത്തിട്ടും ആ ശരീരത്തിൽ പ്രാണൻ വിട്ടുപോകാണ്ട് ശരീരം വെടിയാണ്ടിരിക്കണത് എന്നുണ്ടെങ്കിൽ ആ ഭീഷ്മർക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണോ തൻ്റെ മരണം ആഗ്രഹിക്കണതെന്ന് വെച്ചാൽ അപ്പോഴേ മരിക്കുള്ളൂ എന്നുള്ളൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരായണ കാലം കാത്ത് കിടക്കുകയാണ്. അപ്പോൾ ഉത്തരായണ കാലം ആവാനായിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ ആ സമയം തൻ്റെ ആ പ്രാണൻ പോകുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ലോകനന്മയ്ക്കായിട്ട് തന്നെ കൊണ്ട് സാധിക്കുന്നത് പോലെ പ്രയോജനപ്പെടുത്തണമെന്ന് കൂടിയുണ്ട്. അപ്പം അങ്ങനെ ശരീരക്ലേശം പിന്നെ എപ്പോഴാണോ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് ദർശനം നൽകിയത്, ആ ദർശനം നൽകിയ മാത്രയിൽ തന്നെ ശരീരക്ലേശം മുഴുവനും ഇല്ലാണ്ടായി. ദേഹബോധമെല്ലാം വെടിഞ്ഞു. താൻ ശരശയ്യയിൽ കിടക്കണമെന്നുള്ളൊരു ഭാവേ ഉണ്ടായിരുന്നില്ല ഭീഷ്മർക്ക്. കാരണം ഒരു വിഷമങ്ങളും ഉണ്ടായില്ല. ഭഗവാനെ കണ്ടപ്പോൾ പ്രണതക്ലേശനാശായ അല്ലേ, ആ പ്രണതക്ലേശനാശനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ എല്ലാ ക്ലേശങ്ങളും വിട്ടകന്നു എന്ന് പറയണു. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? മനുഷ്യർക്ക് സർവ്വസാധാരണമായിട്ട് പിന്നെ ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക് വിശേഷമായിട്ട് ബ്രഹ്മചാരികൾക്ക് ആശ്രമങ്ങളിലിരിക്കുന്നവർക്ക് ഒക്കെ അനുസരിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ആ ഒരു നിവൃത്തി അതുപോലെ വിഷയം തുടങ്ങിയിട്ടുള്ള ആ ലക്ഷണങ്ങളോട് കൂടിയുള്ള പ്രവൃത്തി എന്തൊക്കെയാണ്, അത് സംബന്ധിക്കുന്നത് എന്തൊക്കെയാണ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ധർമ്മപുത്രർക്ക് വർണ്ണിച്ച് കൽപ്പിച്ചു കൊടുത്തു. ദാനധർമ്മങ്ങൾ, രാജ്യധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ തുടങ്ങിയിട്ട് ആ ധർമ്മങ്ങളെ ഓരോന്നിനെ വെവ്വേറെ സംക്ഷേപിച്ച് വിസ്തരിച്ച് എവിടെ ഇരുന്നിട്ട് ശരശയ്യയിലിരുന്നിട്ട് പറഞ്ഞു കൊടുത്തു. അല്ലേ, കാലിനൊരു വേദന, ഇന്ന് ഭാഗവതം വായിക്കേണ്ടെന്നും പറഞ്ഞിരിക്കുന്നു നമ്മൾ. അപ്പോൾ അത്രയും പോലും നമുക്ക് ആ ശരീരബോധം ആണ്. ചെറിയൊരു വേദന വന്നാൽ പോലും നമ്മൾ ആദ്യം ഉപേക്ഷിക്കുന്ന നാമം ജപിക്കലും ഭഗവാന്റെ, ബാക്കിയൊന്നും ഉപേക്ഷിക്കില്ല. ഭക്ഷണം ഉപേക്ഷിക്കണില്ല. സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടോ, TV കാണൽ ഉപേക്ഷിക്കുന്നുണ്ടോ, ഒന്നും ഉപേക്ഷിക്കണില്ല. ആകെ കൂടി ഉപേക്ഷിക്കണത് എന്താ? തീരെ വയ്യ, നാളെ നാമം ജപിക്കാം, അതാണ്. പക്ഷേ നിത്യമായിട്ട് നാമം ജപിക്കുകയാണ് വേണ്ടത് എന്ന് പറയണം. ആ നാമജപത്തിലൂടെയാണ് എല്ലാ വിധത്തിലുള്ളതും. ആ നാമം ഉപേക്ഷിക്കരുത്. എന്തുപേക്ഷിച്ചാലും നാമത്തിനെയാണ് ഉപേക്ഷിക്കാണ്ടിരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം ഉപേക്ഷിക്കുന്നത് ഭഗവാന്റെ ഇപ്പം ചിന്തകൾ അങ്ങനെയുള്ളതൊക്കെയാണ് ആദ്യം ഉപേക്ഷിക്കുന്നത്. കാലിന് തീരെ വയ്യ, അവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ സപ്താഹം നടക്കണ്ടേ, എങ്ങനെ നടന്നെത്തും? കാലിന് തീരെ വയ്യ, അത് കാരണം കൊണ്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാരല്ല, അതെ അപ്പുറത്തെ വീട്ടിലെ ആള് കാറ് കൊണ്ടുപോകണ്ട. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ കാലിൽ നടക്കാൻ വയ്യ, വന്നോളൂ, കാറിന് പോവാം എന്ന് പറഞ്ഞു. കാറിന് പോയിട്ട് എന്താ കാര്യം? അവിടെ ചെന്നിട്ട് ഞാൻ തന്നെ അവിടെ ഇരിക്കണ്ടേ? അപ്പോഴൊക്കെ ഈ വേദനയാണ്, എനിക്ക് കാലങ്ങനെ വെച്ച് എപ്പോഴും ഇരിക്കാനൊന്നും പറ്റില്ല, നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലുള്ള ഒരു സപ്താഹത്തിന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ളത് പറഞ്ഞു ഇന്ന ദിക്കിൽ അവിടെ ഇന്ന് സെയിൽ നടക്കേണ്ട അത്ര ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ വണ്ടിയൊന്നുമില്ല, നടന്ന് പോകണം, 1.5 കിലോമീറ്റർ അങ്ങോട്ട് നടന്നാലേ അവിടെ എത്തുള്ളൂ. നല്ല തിക്കും തിരക്കാന്നാണ് പറഞ്ഞു. ഇന്നൊരു ദിവസം ഉള്ളൂ. സാരില്ല, നമുക്ക് പോവാം. അപ്പോൾ കാലുവേദനയൊന്നും ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് അത് എത്ര നേരം അവിടെ നിന്നാലും വേണ്ടില്ല, എത്ര തിരക്ക് പിടിച്ചാലും വേണ്ടില്ല, കാലത്തിട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേദനയില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഭഗവാന്റെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ എല്ലാം മറന്നിട്ട് ലോകനന്മയ്ക്കായിട്ട് ഇതെല്ലാം വിസ്തരിച്ച് വർണ്ണിക്കുന്നു. അപ്പോൾ വേറെ ആയിട്ട് ഓരോന്നും വേർതിരിച്ച് സംക്ഷേപിച്ചിട്ട് വിസ്തരിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഭീഷ്മാചാര്യർ ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളെ പറ്റിയിട്ടും അവ സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കഥകളും ഇതിഹാസങ്ങൾ അതൊക്കെ പറഞ്ഞു ഉദാഹരണങ്ങളെ കൊണ്ട് ഒരു സപ്താഹവേദിയിലല്ല അത് പറയണത്. മരിക്കാൻ കിടക്കുന്ന ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരാണ് പറയുന്നത്. കഥകൾ ഉപകഥകളൊക്കെ പറഞ്ഞ് വിസ്തരിച്ച് പറയണു. എന്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്.
അങ്ങനെ ആ ഉത്തരായണ കാലം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്തുണ്ടായി, ഉത്തരായണ കാലം വന്നു ചേർന്നു. അപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ആ ഉത്തരായണ കാലത്ത് മരിക്കണം എന്നാണ് യോഗികൾ പിന്നെ അവർ ജീവിക്കില്ല അത്ര. ഉത്തരായണ കാലത്ത് ഈശ്വരനോട് കൂടി ചേർന്നാൽ പിന്നെ ജനന മരണങ്ങളില്ല, മുക്തിയാണ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് ആ കാലം വന്നു ചേർന്നപ്പോൾ തന്നോട് കൂടിയിട്ട് യുദ്ധം ചെയ്യുന്ന അനേകം യുദ്ധം ചെയ്യാനായിട്ട് ആ രഥത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അനേകം രഥങ്ങളിൽ അനേകം പേരുണ്ട്. അവരോടൊക്കെ എതിർത്തുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ആ ഭീഷ്മരിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രൂപത്തിൽ ആ ഭഗവാനെ ആലോചിച്ചുകൊണ്ട് മഞ്ഞപ്പട്ടുടുത്തിട്ട് 4 കൈകളെ കൊണ്ട് പ്രകാശിച്ചിട്ട് മുന്നിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം മനസ്സിൽ തൻ്റെ മുന്നിൽ ആ രഥത്തിൽ ഇരിക്കുന്നത്, ആ യുദ്ധരംഗത്തിലിരിക്കുന്ന ആ ഭഗവാൻ അല്ലെ, അർജുനൻ്റെ തേരാളിയായിട്ടിരുന്ന അതേ ഭഗവാൻ ഇവിടെ രഥത്തിലെങ്ങനെയാണ് പ്രകാശിക്കണേ. ആ വന്നിരിക്കുന്ന രഥത്തിൽ പ്രകാശിക്കുന്നത് ചതുർബാഹുവായിട്ട് ആ മഞ്ഞപ്പട്ടുടുത്തിട്ട് ചതുർബാഹുവായിട്ട് വനമാലകൾ അണിഞ്ഞ്, മുത്തുമാലകൾ അണിഞ്ഞ്, സ്വർണ്ണമാലകളൊക്കെ അണിഞ്ഞ് അതിസുന്ദരമായ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ വിളങ്ങി നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ ആ കണ്ണുകളെ ചിമ്മാതെ ആ കണ്ണുകളെ കൊണ്ട് ഉള്ളിലേക്ക് കുടിച്ചു. ആ രൂപത്തെ മുഴുവനും തൻ്റെ എങ്ങനെയാണോ ഭഗവാൻ മറ്റുള്ളവരുടെ, ഇപ്പോൾ ഭഗവാന്റെ ഭഗവത്ഗീത വായിക്കുമ്പോൾ പറയാം, ആ ഭഗവാൻ തൻ്റെ എല്ലാവരുടെയും പ്രാണനെ കണ്ണുകളെ കൊണ്ട് പ്രാണനെ വലിച്ചെടുത്തു എന്ന് പറയണ പോലെ ഇവിടെ ഭീഷ്മര് ആ ഭഗവാന്റെ അതിസുന്ദരമായ മനോഹരമായ രൂപത്തെ തൻ്റെ കണ്ണുകളെ കൊണ്ട് കുടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണുകളെ കൊണ്ട് ആ രൂപത്തെ പൂർണ്ണമായിട്ടും തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു എന്ന് പറയാം. അങ്ങനെ ആ ഹൃദയത്തിൽ ദൃഢമായി ആ രൂപത്തെ ഉറപ്പിച്ചു. അതിനുശേഷം ആ രൂപത്തിൻ്റെ പിന്നെ ആ ഭഗവാന്റെ ആ കരുണാകടാക്ഷത്തിൻ്റെ ആയുധമേറ്റിട്ട് ശരീരത്തിൻ്റെ എല്ലാ ശരീരബോധം ഇല്ലാണ്ടായി. ഭഗവാന്റെ കാരുണ്യമാകുന്ന ദൃഷ്ടി പതിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരീരബോധമേ ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിൽ അദ്ദേഹം പരമമായ ശാന്തിയെ അനുഭവിച്ചു. യാതൊന്നുമില്ല, വേദന കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അദ്ദേഹം പരമമായ ശാന്തിയെ അനുഭവിച്ചു. അങ്ങനെ ആ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് സകല പാപങ്ങളെയും സംഹരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ ആ ശരീരം വെടിയാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ ഭീഷ്മരുടെ അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. കുറച്ച് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. അക്ഷരം തെറ്റാതെ പാരായണം ചെയ്യാനായിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സത്വത പുങ്കവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിദ്ദിഹർത്തും പ്രകൃതിമുപേയുഷീ യദ്ഭവ പ്രവാഹ ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവാംബരം ദദാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ നവദ്യ യുധിതുരഗ രജോ വിധുംബ്രവിക്ഷ്യൻ കലലുളിതശ്രമാവാര്യ അലങ്കൃതാസ്യേ മമ നിശിതശരൈർ വിവിദ്യമാനത്വജിവിലസൻ കവചേസ്തു കൃഷ്ണ ആത്മാ. ഭീഷ്മർ പറഞ്ഞു സ്വസുഖികളിൽ എന്നുടൻ കടാക്ഷാൽ പ്രകൃതിയിലാണ്ടുള വൈഭവപ്രവാഹം
വിഭു അവനിലലിഞ്ഞു പോകതൃഷ്ണം മമമതി സ്വാത്വത പുങ്കവങ്കലിപ്പോൾ ത്രിഭുവന കമനൻ തമാലനീലൻ രവികര ഗൗരവാംബരാനവദ്യൻ അളകകുല പരിസൃതാനനാബ്ജൻ വിജയസഖങ്കൽ വരാവു നിത്യരക്തി പടയിൽ ഹയരാജവിദ്രൂമവിശ്വം കുജലളിതശ്രമവാര്യലങ്കൃതസ്യൻ മമ നിശിതശരം പൊളിച്ച മെയ്യിൽ കവചമടർന്നവനാശ്രയം മനസ്സേ. മനോഹരമായിട്ടുള്ള ആ ഒരു കീർത്തനങ്ങളാണ് പറയണത്. അപ്പോൾ ആ വിശേഷ മഹിമയുള്ളത് ആ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുക, എപ്പോഴും ആ ബ്രഹ്മാനന്ദത്തെ പ്രാപിച്ചിരിക്കുന്നത് ആ ജനന മരണങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ പ്രകൃതിയെ സൃഷ്ടിയാദി ലീലകളെ കൊണ്ട് ചലിപ്പിക്കുമ്പോൾ അത് സ്വയം ഇച്ഛ കൊണ്ട് സ്വീകരിക്കുന്നവനായിട്ട് ആ യാദവ ശ്രേഷ്ഠനായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ ഇത് അവതരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ മറ്റൊരു വിഷയത്തിലും ചേർച്ചയില്ലാതായിട്ടിരിക്കുന്ന എൻ്റെ ബുദ്ധി ഇതാ ഭഗവാനെ അവിടത്തെ ബാക്കിയെല്ലാം വിട്ടിട്ട് അങ്ങയിൽ എൻ്റെ ബുദ്ധി ഉറയ്ക്കണേ എന്ന് പറയാണ്. അവിടുന്ന് പ്രകൃതിയെ സ്വീകരിക്കുമ്പോഴാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഉണ്ടാവണത്. അത് അങ്ങയുടെ ലീലയാണ്. ബാക്കി എല്ലാത്തിൽ നിന്നും ആ മനസ്സ് എല്ലാത്തിൽ നിന്നും ഏകാഗ്രമായിട്ട് ആ ഭഗവാനിൽ തന്നെ ഉറച്ച് അങ്ങയിൽ തന്നെ എൻ്റെ ആ രതി അങ്ങയിൽ മാത്രമായിട്ടിരിക്കണേ എന്ന് പറയാണ്. പിന്നെ അതിസുന്ദരമായിട്ട് 3 ലോകങ്ങളിൽ വച്ചിട്ട് അതിമനോഹരം ആയിട്ടുള്ളത് തമാലം പോലെയുള്ള ആ തമാലത്തിൻ പോലെയുള്ള ആ നീല നിറത്തോടു കൂടിയവനും ബാലസൂര്യൻ്റെ പ്രഭ ഉള്ളവനും ബാലസൂര്യൻ്റെ പ്രഭ പോലെയുള്ള മഞ്ഞപ്പട്ട് ഉടുത്തവനും അതുപോലെ നെറ്റിക്ക് മീതെ ചുരുണ്ട് കിടക്കുന്ന കുറുനരങ്ങളാൽ മറയ്ക്കപ്പെട്ടിട്ട് താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള ആ മുഖത്തോടു കൂടിയവനും ആ പാർത്ഥസാരഥിയിലേതായ ഫലകാംക്ഷയെന്ന ദോഷമൊന്നുമില്ലാണ്ട് പരമപ്രേമം എനിക്കുണ്ടാവണേ. ആ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനിൽ പാർത്ഥൻ്റെ മുന്നിൽ തൻ്റെ ആ സ്നേഹം കൊണ്ട് തേരോടിക്കാൻ വരെ വന്നു ഭഗവാൻ. സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായിട്ടുള്ള പരബ്രഹ്മം ഉടലെടുത്തിട്ട് ഭൂമിയിലെ ലീലകളാടുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് ഒരു മടിയില്ല. തൻ്റെ ആ പ്രിയപ്പെട്ടവനായിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട് തേര് തെളിക്കാൻ വന്നില്ലേ ആ പാർത്ഥസാരഥിയിൽ. എൻ്റെ ആ പരമപ്രേമം എനിക്ക് നിറച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർത്ഥന് സാരഥ്യം വഹിച്ച മനോഹര രൂപത്തെ ആണ് പിന്നത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അർജുനൻ്റെ തേര് തെളിക്കുമ്പോൾ കുതിരകളുടെ കുളമ്പടികളൊക്കെ ഉണ്ടല്ലോ, അത് തട്ടിയിട്ട് അതിൽ നിന്നിങ്ങനെ യുദ്ധക്കളല്ലേ കുതിരകൾ ഓടുമ്പോൾ അവിടെ മണ്ണ് ഇങ്ങനെ മണ്ണിൽ നിന്ന് പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്നു വരും. അതുകൊണ്ട് ധൂമ്രവർണ്ണമായിട്ട് ഭഗവാന്റെ ശരീരത്തിൽ മുഴുവനും ആ പൊടികൾ ഉണ്ടല്ലോ, ആ പൊടികൾ വിയർപ്പുകൾ ഇതിനിടയ്ക്ക് വിയർക്കും. രഥം തെളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഭഗവാൻ വിയർത്തിരിക്കുകയാണ്. ആ വിയർത്തിരിക്കുന്ന ശരീരത്തിൽ മുഴുവനും ഈ പൊടിമണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അത് അലങ്കരിക്കപ്പെട്ട് ആ മുഖത്തിലൊക്കെ അതും ഒരു അലങ്കാരമാണ്. ഭഗവാന് സുന്ദരമായ ഒരു അലങ്കാരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പിന്നെ എന്താണ്, ഞാൻ അയച്ച ആ അമ്പിനെ അങ്ങ് കാരുണ്യം കൊണ്ട് സ്വീകരിച്ചു. ഭഗവാന്റെ മേത്ത് തട്ടണ്ടെന്നുള്ളതൊക്കെ ഭഗവാൻ നിശ്ചയിക്കണം അല്ലേ. അപ്പോൾ എന്താണോ ഭക്തൻ ഭഗവാന് സമർപ്പിക്കുന്നത് അത് എന്തായാലും ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അപ്പോൾ അമ്പുകൾ അയച്ചപ്പോൾ അതും സ്വീകരിച്ചു. അത് ആ ശരീരത്തിൽ തട്ടിയിട്ട് അവിടെയൊക്കെ ആ ചുമന്ന് ആ രക്തത്തുള്ളികൾ പൊടിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ അതിലാ രക്തത്തിൻ്റെ വ്യാപ്തിയിൽ അതിമനോഹരമായിട്ട് എന്താ പറയുക,
ഈ മുരുക്കിൻ്റെയൊക്കെ പൂക്കൾ വിടർന്ന് നിൽക്കില്ലേ, അത് അപ്പോൾ കാണുന്ന ഭംഗി. അതുപോലെ ഒരു വലിയ നിറയെ പൂക്കൾ വിടർന്ന് നിൽക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു മരം അല്ലേ, ആ സൗന്ദര്യമില്ലേ. അതുപോലെ ആ ഭഗവാന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആ രക്തം പൊടിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപം എൻ്റെ മനസ്സിൽ ദൃഢമായിട്ട് എൻ്റെ മനസ്സിൽ മനസ്സിൽ ഉറപ്പിക്കണമെന്ന് പറയുകയാണ്. അദ്ദേഹം അവസാനമായിട്ട് കണ്ട ഒരു കാഴ്ച അതാണല്ലോ, ഈ ശരശയ്യയിൽ വീണേക്കാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടൊരു കാഴ്ച അതാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം അനുസ്മരിക്കുകയാണ് ചെയ്യണത്. സപതി സഖി വജോ നിശമ്യ മധ്യേ നിജപരയോർബലയാരഥം നിവേശ്യ സ്ഥിതവതി ആയുരക്ഷ്മണ ഹൃദവതി പാർത്ഥസഖേ രതിർമമാസ്തു വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദിമുഖസ്യ ദോഷബുദ്ധ്യാ കുമിത അഹരദാത്മവിദ്യയാശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമവുപ്ലുതോ വ്രതസ്ഥാ ധൃതരഥചരണോഭ്യായചൽ ഗുർഘരിരിവ ഹന്തുമിഭം ഗതോത്തരീയ. വിജയമൊഴി നടപ്പിലാക്കുവാൻ തേരു പടകൾക്കുമിടയ്ക്കു നീക്കി നിർത്തി മിഴിയുടെ കടകൊണ്ടു ശത്രുവായുസരിയും ഇവങ്കൽ രമിക്കുകൻ മനസ്സേ. അകലെ അരിഭടപ്പരപ്പു കൺകേ സുജനവധത്തെ വെറുത്ത പാപവീതി കഴുകിയതെവനാത്മവിദ്യ കൊണ്ട പരമപദങ്ങളിൽ വീഴുകൻ മനസ്സേ. സ്വനിഗമമൊഴിവാക്കിയൻ പ്രതിജ്ഞയ്ക്കനുമതി പോലെ രഥത്തിൽ നിന്നിറങ്ങി കരിയൊടു ഹരിപോലിവൻ്റെ നേർക്കൊങ്ങവേ അഴിഞ്ഞിതുത്തരീയം. ശ്രീ ഗുരുവായൂരപ്പ. അപ്പോൾ ആ യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ അർജുനൻ്റെ വാക്ക് കേട്ടു. അർജുനൻ പറഞ്ഞെന്താ, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപിതമേച്ചുത എന്ന് അങ്ങോട്ട് ഓർഡർ കൊടുക്കുക ചെയ്തത് അല്ലേ. ഈ രണ്ട് സേനകളുടെയും ഇടയിലായിട്ട് എങ്ങനെയാണ് ഒരു തേരാളിക്ക് അല്ലെ ഡ്രൈവറോട് പറയാം വണ്ടി അവിടെ നിർത്തൂ എന്ന് പറയണ പോലെ അർജുനൻ അഹങ്കാരത്തോട് കൂടിയിട്ട് ഒരു പറയുകയാണ്, അവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറയണ ആ ഒരു ഭാവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അർജുനൻ പറയണത് കേട്ടിട്ട് എന്ത് ചെയ്തു, ആ സൈന്യങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്തു, ഓരോരുത്തരെയും തൻ്റെ നോട്ടത്തിൽ ആ ശത്രു സൈന്യങ്ങളുടെ ആയുസ്സിനെ മുഴുവനും അപഹരിച്ചിട്ട് ആ പാർത്ഥനെ സഹായിച്ചു. അങ്ങനെയുള്ള ആ പാർത്ഥസാരഥിയിൽ എൻ്റെ മനസ്സിൽ പരമപ്രേമം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോരുത്തരെയും നോക്കിയിട്ട് ഇത് കർണൻ, ഇത് ദ്രോണൻ, ഇത് ദുര്യോധനൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെയും നോക്കി അങ്ങനെ ആ നോട്ടത്തോട് കൂടിയിട്ട് അവരുടെ ആയുസ്സിനെ മുഴുവൻ അങ്ങനെ എടുത്തു. ഇനി കേവലം ഒരു അർജുനന് യുദ്ധം എന്ന് പറയുന്നത് അത് ഒരു കേവലമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അർജുനനല്ല ഇതിൻ്റെയൊക്കെ, ആ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനും. നമുക്ക് തോന്നുകയാണ് നമ്മളാ ചെയ്യണത് നമ്മളാണെന്ന്, പക്ഷെ ഒന്നുമല്ല, നമ്മളൊന്നും ചെയ്യണില്ല. നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോന്ന് വന്നു ചേരണു എന്നുള്ളത്, ആ കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാനിലൂടെ അതൊക്കെ ഇങ്ങനെ സംഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തന്മാരോടുള്ള ഭക്തവാത്സല്യം കൂടിയാണ് അവർക്ക്
ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പം അർജുനൻ ദാ യുദ്ധം ചെയ്ത് എല്ലാവരെയും വധിച്ചു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം തന്നെ ആ ചെയ്ത കർമ്മത്തിന് ചെയ്തില്ലെങ്കിൽ കർമ്മച്യുതി സംഭവിക്കും. അപ്പോൾ അർജുനൻ അങ്ങനെ ഒരു കർമ്മച്യുതി സംഭവിക്കാതെ പ്രാരാബ്ധം നീങ്ങുകയും വേണം. രണ്ടുത്തിനും കൂടിയിട്ട് ഇതാ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യണമെന്നുള്ളൊരു ഭാവം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇതാ ഭഗവാൻ എല്ലാവരുടെയും ആയുസ്സിനെ എടുത്തു എന്ന് പറയാം. അതുപോലെ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ശത്രു സൈന്യത്തെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരൊക്കെയാ ദ്രോണർ നിൽക്കണു, കൃപര് നിൽക്കണു, ഭീഷ്മർ നിൽക്കണു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കാണിച്ചു കൊടുത്തുല്ലോ. അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ യുദ്ധത്തിൽ നിന്ന് ശത്രു സൈന്യത്തിൻ്റെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൻ്റെ ഗുരുനാഥന്മാർ, ജ്യേഷ്ഠന്മാർ, അത് എല്ലാം പിതാമഹനൊക്കെയാണ് നിൽക്കുന്നത്. ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? എനിക്ക് യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നോക്കി. അപ്പോൾ ഈ യുദ്ധം വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ പല സമയങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? നമ്മളെല്ലാത്തിനും ഇറങ്ങി പുറപ്പെട്ടിട്ട് അതിൻ്റെ നടുക്കെത്തിയിട്ട് ഇനി വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോരാൻ പറ്റില്ല. അത് നമ്മളതിലേക്കെടുത്ത് കാല് വിട്ട അസ്ത്രത്തിനെ തിരിച്ച് അസ്ത്രം കൈവിട്ട വാക്കും കയ്യിൽ നിന്ന് എറിഞ്ഞ വടിയൊക്കെ എന്ന് പറഞ്ഞ പോലെയാണ്. എറിയണേക്കാളും മുമ്പ് ചിന്തിക്കേണ്ടതാണ്. എറിഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ ലക്ഷ്യത്തിൽ കൊള്ളാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ അർജുനനോട് എത്രയോ തവണ ഓരോരോ ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം കുന്തിദേവി എടുത്തു പറഞ്ഞത് നമ്മൾ കേട്ടു അല്ലേ? നേരത്തെ കേട്ടു, കഴിഞ്ഞ ഭാഗത്തിൽ കേട്ടു. ആ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കിയപ്പോഴും, ആ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കിയപ്പോഴും, അതുപോലെ ദുർവാസാവിൻ്റെ ശാപത്തിൻ്റെ സമയത്ത് അങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ ഭഗവാൻ ഓടിയെത്തി രക്ഷിച്ചു. അപ്പോൾ ഇവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുന്ന സമയത്ത് ഈ രാജ്യം അപ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു, ഈ ഭഗവാന്റെ കാരുണ്യമുള്ളിടത്തോളം കാലം എവിടെയായാലും ഒരാപത്തും ഇല്ലാണ്ട് രക്ഷിക്കേണ്ടത് ഭഗവാൻ. കാട്ടിലായാലും എവിടെയായാലും. അപ്പോൾ വേറെ ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി എന്ന് ആശ്രയിച്ചിട്ട് ആ ഈശ്വരനെ ആശ്രയിച്ച് ആ യുദ്ധത്തിനെ ഒഴിവാക്കാമായിരുന്നു വേണമെങ്കിൽ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അല്ലേ, സ്വത്തിനും മുതലിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ യുദ്ധം ചെയ്യണേ. അത് ഈശ്വരനെ ആശ്രയിച്ചിട്ട് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ ആ ചൂതുകളിയുടെ സമയത്ത് എപ്പോഴാണോ അമ്മാവനായ ശകുനിയെ കള്ളച്ചൂതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചു, ഞങ്ങളുടെ അമ്മാവനാണ് ഞങ്ങളുടെ ഇത് നിയന്ത്രിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഞങ്ങളുടെ കളി നിയന്ത്രിക്കണേന്ന് പറഞ്ഞെങ്കിൽ അവിടെ ആ കള്ളച്ചൂതിനെയൊക്കെ ജയിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോഴും ഈശ്വരനെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആശ്രയിച്ചില്ല. എന്നിട്ടും ആ അസൽ സഭയിൽ വച്ചിട്ട് പാഞ്ചാലിയുടെ ആ മാനത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വസ്ത്രഭാവത്തിൽ വന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അത് കഴിഞ്ഞത് ആ വനത്തിൽ താമസിക്കുന്ന സമയത്ത് അപ്പോഴെങ്കിലും വിചാരിച്ചാൽ മതിയായിരുന്നു, ഭഗവാനെ ഞങ്ങൾക്ക് എന്തിനാ രാജ്യവും വീടും ഒക്കെ എന്തിനാ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങൾക്കൊരു രാജ്യവും വേണ്ട, ഞങ്ങൾ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഇല്ല, അപ്പോഴൊന്നുമില്ല. അപ്പോൾ ഒന്നും ഇല്ലാതെ കണ്ടതാ വീണ്ടും ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനിറങ്ങി പുറപ്പെട്ട് ആ യുദ്ധകളത്തിലെത്തിയിട്ട് ഇനി പിന്തിരിയാന്ന് വിചാരിച്ചാൽ പറ്റില്ല. എന്നിട്ട് പോലും ഭഗവാൻ എന്താ ആ കർമ്മത്തിൻ്റെ ദോഷം അവർക്ക് വന്ന് തൻ്റെ ഭക്തന്മാർക്ക് വന്ന് ഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ തന്നെ എല്ലാവരുടെ ജീവനെയും തന്നിലേക്ക് സ്വീകരിച്ചു. അത് രണ്ട് കാര്യമാണ്. തൻ്റെ ഭക്തന്മാരോട് ഏതെങ്കിലും വിധത്തിൽ സംബന്ധമുള്ളവരെ എല്ലാവരും ജീവൻ മുക്തനാക്കുക എന്നുള്ള ഒരു അനുഗ്രഹം കൂടിയും അവിടെ നടക്കുകയാണ്. എന്നിട്ട് ആ പിന്തിരിഞ്ഞ് പോകാനായിട്ട് നോക്കിയ അർജുനന് ആ ഗീത ഉപദേശിച്ചു. പല വിധത്തിൽ ആ ഗീതയെ ഉപദേശിച്ചിട്ട് അവസാനം പറഞ്ഞു, ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇനി ഏതാണോ ഉചിതം എന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കുക അർജുന എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ ഒരിക്കലും നമ്മളോടും അങ്ങനെ പറയില്ല. നന്മയും തിന്മയൊക്കെ വേർതിരിച്ച് നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നിട്ട് പറയും, ഇനി വേണ്ടതനുസരിച്ച് ബുദ്ധിക്കനുസരിച്ചിട്ട് വേണ്ട പോലെ പ്രവർത്തിച്ചോളൂ എന്ന് പറയും. അങ്ങനെയാണ് ഭഗവാൻ പറയുള്ളൂ. അല്ലാണ്ട് ഭഗവാൻ
ഞാൻ പറഞ്ഞത് അനുസരിക്കൂ എന്നല്ല പറഞ്ഞേക്കണേ. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ അവനവൻ്റെ ആ ബുദ്ധിയിലും, അപ്പോൾ ആ ബുദ്ധിയിലും തൻ്റെ ഓരോ ചിന്തനത്തിലും ഒക്കെ ഭഗവാനെ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ വിളങ്ങുകയാണെങ്കിൽ അത് ആ ബുദ്ധിയായിട്ടും ചിന്താശക്തിയായിട്ടും എല്ലാം ആ ഭഗവാൻ ഇരുന്നു കൊണ്ട് എല്ലാം വേണ്ടതുപോലെയാക്കും. അപ്പോൾ സർവാത്മന ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണാഗതി ചെയ്യുമെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന പ്രവൃത്തികളെ ഉപേക്ഷിക്കാനല്ല പറയണത്. ഇതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക ഓരോന്നും. അപ്പോൾ അത് മുഴുവനും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എല്ലാം ഉപേക്ഷിക്കുക, ഒന്നിനും ഫലം ഇച്ഛിക്കാതാണ്ട് അല്ലെ. കർമ്മണ്യേവ അധികാരസ്യ മാ ഫലേഷു കഥാചന എന്ന് പറയണ്ടേ. അപ്പോൾ ഒന്നിനും ആഗ്രഹിക്കാതെ കണ്ട് എല്ലാം ഈശ്വരൻ എന്തു തന്നെ വന്നു ചേർന്നാലും അത് ഈശ്വരഹിതം. രോഗമാണോ ദുരിതമാണോ സന്തോഷമാണോ സങ്കടമാണോ അമിതമായി സന്തോഷിക്കുകയും വേണ്ട അമിതമായി സങ്കടപ്പെടുകയും വേണ്ട, എല്ലാം ഈശ്വരേച്ഛ എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സർവാത്മന ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതുപോലെ പറയണു, ഈ ഭഗവാൻ പറയണു, എന്നിട്ട് പറയണു, എനിക്ക് അങ്ങ് തന്ന അനുഗ്രഹം എത്രയാണെന്ന് ഞാൻ എങ്ങനെയാണ് പറയുക? കാരണം അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാണ്ഡവന്മാരോട് രണ്ടുപേരും ചെന്നിട്ട് ഭഗവാന്റെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ കൗരവന്മാരോടും പാണ്ഡവന്മാരോടായിട്ട് പറഞ്ഞു, ഒന്നിലോ എൻ്റെ സൈന്യത്തെ ഞാൻ മുഴുവനും നൽകാം, ഒരു ഭാഗത്ത് ഞാനും നിൽക്കാം, ഒരു ഭാഗത്ത് സൈന്യത്തെ നൽകാം. പക്ഷേ ഞാൻ ആരുടെ ഭാഗത്താണോ നിൽക്കണേ അവരുടെ ഭാഗത്ത് ഞാൻ വെറുതെ അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ആയുധമെടുത്ത് യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൗരവർ പറഞ്ഞു സൈന്യത്തെ മതി എന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു എനിക്ക് ഭഗവാനെ അവിടുത്തെ സാന്നിധ്യം മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞു എനിക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യം ഭക്തന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും മാറ്റുകയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ആയുധം എടുക്കില്ല എന്ന് സത്യം പറഞ്ഞ ഈ കൃഷ്ണനെ കൊണ്ട് അടുത്ത ദിവസം യുദ്ധത്തിൽ ഞാൻ ആയുധം എടുപ്പിക്കുന്നൊരു പ്രതിജ്ഞ ഭീഷ്മരും ചെയ്തു. അപ്പം ഭീഷ്മരുടെ ആ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി തനിക്കിത്തിരി ദോഷം വന്നാലും വേണ്ടി ഭഗവാന്റെ ഭക്തന് ഒരിക്കലും ദോഷം ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ സത്യമാക്കാൻ വേണ്ടിയിട്ട് അർജുനനെ രക്ഷിക്കാനും ആ യുദ്ധമായിട്ട് അർജുനനും ഭീഷ്മരുമായിട്ട് യുദ്ധം നടക്കുന്ന അവസരത്തിൽ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ സംഹരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഭാവം. കാരണം അർജുനന് ഒന്നും സംഭവിക്കില്ല, ഞാൻ യുദ്ധം ചെയ്തതുകൊണ്ടൊന്നും ഭഗവാൻ കൂടെയുള്ളത് കൊണ്ട് അർജുനനൊന്നും സംഭവിക്കില്ല. പക്ഷേ ഭഗവാന്റെ ഭാവം എന്താ? അർജുനനെ ഇപ്പോൾ ഭീഷ്മരെ വധിക്കും, അപ്പോൾ അതിൽ നിന്ന് അർജുനനെ രക്ഷിക്കണം എന്നുള്ളൊരു ഭാവത്തെ അഭിനയിച്ചുകൊണ്ട് ആ ഭാവത്തെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു? ആ താഴത്തേക്ക് ചാടിയിട്ട് ആ ചക്രായുധത്തെ ധരിച്ചിട്ട് ഓടിച്ചെന്ന് ആ ഭീഷ്മരുടെ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആയുധം എടുത്തു. അപ്പോൾ അങ്ങനെ ഓടുന്ന ആ സമയത്ത് തൻ്റെ ആ ശരീരത്തിൽ നിന്ന് വീണുപോയ ഉത്തരീയത്തോടു കൂടിയിട്ട് എങ്ങനെയാണോ ഒരു മതയാനയുടെ മുന്നിലേക്ക് സിംഹം വരുന്നത് അതുപോലെ പാഞ്ഞു വന്ന് എന്നെ അനുഗ്രഹിച്ചില്ലേ. അപ്പോൾ ആ ഭക്തൻ്റെ ആ പ്രതിജ്ഞയ്ക്ക് യാതൊരു വിധത്തിലും ഭംഗം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടല്ലേ ഭക്തവത്സലനായിട്ടുള്ള അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അങ്ങ് എന്നെ അനുഗ്രഹിക്കാൻ വന്ന ആ രൂപം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ശിതീവിശിഖഹതോ വിശീർണദംശാക്ഷതജ പരിപ്ലുത ആദദായിനോ മേ പ്രസഭമഭിസസാര മദ്വദാർത്ഥം സഭവതു മേ ഭഗവൻ ഗതിർമുകുന്ദ വിജയരഥ കുടുംബേ വിജയരഥ കുടുംബ ആത്തദോത്രേ ധൃതഹയരശമ അശ്മനി തത്ശ്രിയേക്ഷണീയേ
ഭവതി രതിതസ്തു മേ മുമുർഷോമ്യം അമിഹ നിരീക്ഷ്യ ഹതാഹതാസ്വരൂപം ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃത്യ വ്യദൃ ഉന്മദാന്ത പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വ. അകലെ അരിഭടപ്പരപ്പു കൺകെ സ്വജനത്തെ വെറുത്ത പാപഭീതി കഴുകിയ ദേവനാത്മവിദ്യ കൊണ്ട പരമപദങ്ങളിൽ വീഴുകൻ മനസ്സേ. അല്ലാതെ 38 തൊട്ടാണ് നമ്മുടെ വായിക്കാം. ശിതവിശിഖാഹതൻ വിശീർണദംശൻ രുധിരമണിഞ്ഞവൻ അസ്ത്രധാരിയെന്നെ ധൃതിയൊടു കൊല ചെയ്യുവാൻ കൊതിച്ചു ഗതിയവന് ഭഗവൻ മുകുന്ദനേകൻ വിജയരഥ കുടുംബിയാ വിജയരഥ കുടുംബിയാത്തതോത്രൻ ധൃത ഹയരശ്മി നിജശ്രിയാഭിരാമൻ ഹരിയിലിഹ മരിച്ചു ഞാൻ ലയിച്ചാൽ പലഹതർ പോലിവനും സ്വരൂപനാവും. ലളിതഗതി വിലാസരമ്യഹാസ പ്രണയ നിരീക്ഷണ പൂജ കൊണ്ടു സഖ്യം മൃതിവര നിലനിർത്തിയിട്ടവൻ തൻ പ്രകൃതി വരിച്ചതും ഗോപിമാരും. അതായത് എൻ്റെ നേർക്കിതാ പാഞ്ഞു വന്നുല്ലോ, പാഞ്ഞു വന്നു. എങ്ങനെ പാഞ്ഞു വന്നു? ആ വധിക്കും എന്നുള്ള ഭാവത്തിൽ ചക്രവും എടുത്ത് പാഞ്ഞു വന്നപ്പോൾ ആ അടുത്തെത്തിയപ്പോൾ എൻ്റെ നേർക്കുള്ള പുഞ്ചിരിയും ആ ആയുധം ധരിച്ചിരിക്കണ ആ മൂർച്ച കേട്ടുള്ള എൻ്റെ ആ ബാണങ്ങളെ കൊണ്ട് ശരീരത്തിൽ ആ മുറിവുണ്ടായല്ലോ, ആ മുറിവുണ്ടായിട്ടുള്ള ആ മുറിഞ്ഞ കവചത്തോട് കൂടിയിട്ടിരിക്കുന്നവനും അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ശരിക്കും ആ ബലത്തോട് കൂടിയിട്ട് ബലാത്കാരമായിട്ട് എന്നെ വധിക്കാനാണ് വരുന്നത് എന്നുള്ള വിധത്തിൽ ആ ഭഗവാൻ വന്നില്ലേ. ആ ഭഗവാൻ മാത്രമാണ് എനിക്ക് ആശ്രയം. അത് ഒരു അഭിനയം മാത്രമായിരുന്നു. അപ്പോൾ എന്താ, ദേഷ്യപ്പെട്ടിട്ട് ക്രോധത്തോട് കൂടിയിട്ട് ഇറങ്ങിയെന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള മന്ദഹാസമാണ് അവിടെ ഭീഷ്മർക്ക് കാണാൻ. ഇതൊക്കെ ഒരു അഭിനയം മാത്രമാണെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. എന്നെ വധിക്കാനാന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ വരുന്നു, കയ്യിൽ ചക്രമൊക്കെ പിടിച്ചിട്ട്. പക്ഷെ ചുണ്ടിൽ അതിസുന്ദര മന്ദഹാസം, ആ മനോഹരമായ മന്ദഹാസം കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. അതുപോലെ അന്യായാണ് എന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറയും. അറിവില്ലാത്തവരൊക്കെ എന്താ പറയുക, ഇതൊക്കെ അന്യായാണെന്ന് പറയണ ആ കാര്യത്തെ ആചരിച്ചു കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കൃഷ്ണൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർ അതൊക്കെ കൃഷ്ണന് ആരോപണം ഉണ്ടായാലും വേണ്ടില്ല, തൻ്റെ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രനായിരിക്കുന്ന കൃഷ്ണനിൽ എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കുതിരയുടെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് സാരഥ്യം വഹിക്കുന്ന ആ പാർത്ഥസാരഥിയായിട്ടുള്ള ആ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന്, ആ ദർശനം തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പറയണു, ഭംഗിയുള്ള നടത്തം, മനോഹരമായിട്ടുള്ള ഓരോരോ ലീലകൾ, അതിമനോഹരമായിട്ടുള്ള മന്ദഹാസം, ആ സ്നേഹപൂർവമായിട്ടുള്ള ഈക്ഷണം, ഇതുകൊണ്ട്
ആ ഭഗവാനായിട്ട് ഭഗവാൻ ഇതൊക്കെയാണ് ആ ഭഗവാന്റെ ഭാവങ്ങൾ. അതുകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉദാഹരണം ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആ മഴയിൽ നിന്ന് വ്രജത്തിൽ മുഴുവനും രക്ഷിച്ചു എന്നുള്ള നാട്യത്തോട് കൂടിയിട്ട് ഓരോരോ അതിശയകർമ്മങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രേമത്തോടു കൂടിയിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഗോപികമാരെയൊക്കെ അനുഗ്രഹിച്ചില്ലേ ആ ഭഗവാനെ അങ്ങ് ആ പരമപ്രേമത്തോടു കൂടിയിട്ട് ആ ഗോപികമാരെ അവരൊക്കെ അനുഗ്രഹിച്ചില്ലേ? അങ്ങനെ ഇരിക്കണം അങ്ങ് അങ്ങയിലെ എനിക്ക് രതി ഉണ്ടാവണമെന്ന്. ഇതുവരെയൊക്കെ എന്താ ഭീഷ്മർ പറഞ്ഞത്? ആ യുദ്ധക്കളത്തിലുള്ള ഭഗവാനെ ആസ്വദിച്ച് ആ ഭഗവാന്റെ മന്ദസ്മിതത്തിൽ തൻ്റെ ആ ദൃഷ്ടി പതിഞ്ഞപ്പോൾ ഭഗവാന് അവിടെ ആ ഭീഷ്മർക്ക് എന്താ വന്നത്? കാരണം ആ യുദ്ധക്കളത്തിൽ നിന്ന് വന്നതുകൊണ്ട് കുറേശ്ശൊക്കെ മനസ്സിൽ ആ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടായതുകൊണ്ട് ആ യുദ്ധത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഭഗവാന്റെ അതിസുന്ദരമായ ആ മന്ദഹാസം കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഭീഷ്മരുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നത് ആ വൃന്ദാവനമാണ്. ആ വൃന്ദാവനത്തിൻ്റെ ഭഗവാന്റെ ഓരോ ലീലകൾ, വെണ്ണ കട്ടതും മണ്ണ് തിന്നതും പശുക്കളുടെ പുറകെ ഓടിയതും ഗോവർദ്ധനത്തെ ഉയർത്തിയതും ഗോപികമാരുടെ അടുത്ത് ആ പ്രേമത്തോടു കൂടി ആ ഗോപികമാർക്ക് ആ ആത്മജ്ഞാനത്തെ നൽകിയതുമായിട്ടുള്ള ഭാവങ്ങളൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ അതായത് പരമമായ ആനന്ദം മനസ്സിൽ നിറഞ്ഞു. കാരണം ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലെ വൃന്ദാവനത്തിൻ്റെ നമ്മൾ ചിന്തിക്കാൻ വെച്ചാൽ അവിടെ പരമമായ പ്രേമമാണ്. അവിടെ ലൗകികമായ ഒന്നിനും സ്ഥാനമില്ല. ആ പരമമായ പ്രേമഭാവം ആരുടെ ഉള്ളിൽ നിറഞ്ഞു? ഭീഷ്മരുടെ ഉള്ളിൽ നിറഞ്ഞു. ഓരോന്നിനെയും പറഞ്ഞ് ആ ഉള്ളിലുള്ള ബാക്കിയുള്ള ആ ലൗകികമായിട്ട് ഉള്ളിൽ ഉണ്ടായ എല്ലാ ഭാവങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവസാനം ഇതാ വൃന്ദാവനത്തിലെത്തി ആ ഗോപികമാരുടെ കൃഷ്ണനെ കണ്ട് അങ്ങനെയുള്ള ആ ഗോപികമാരുടെ അങ്ങനെയുള്ള ഭഗവാനിലെ പരമപ്രേമത്തെ നൽകാനായിട്ടിരിക്കുന്ന ആ വൃന്ദാവന കൃഷ്ണനിലെ രാധാസമേതനായിട്ടുള്ള, കാരണം രാധാസമേതൻ എന്ന് പറഞ്ഞാൽ പരമപ്രേമത്തോടു കൂടിയ ഭഗവാൻ, അതാണ് രാധാസമേതനായിട്ടുള്ള കൃഷ്ണൻ. ആ കൃഷ്ണനിൽ എനിക്ക് രതി ഉണ്ടാവണേ എന്നതാ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. മുനിഗണ നൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷം അർഹണമുപപേത ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ തമിമമഹം അജം ശരീരഭാജം ഹൃദി ദുഷ്ടിതമാത്മകൽപ്പിതാനം പ്രതിദിശമിവ നൈഗധാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ ക്ഷിതിഭര അവരോപിതും കരുണാം ശ്വസന ഇവാസ്യ ച ദക്ഷവംശവഗ്നിം തമിഹം അനുവ്രതാത്തിഹാംഗ്രിം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീഢം. മുനിഗണ നൃപസംഗമത്തിലഗ്രസ്ഥലിയിൽ യുധിഷ്ഠിര രാജസൂയഭൂവിൽ മരുവി പരമപൂജ്യനച്ചിതാത്മാവിവിടെ എനിക്കും അവൻ സദൃശ്യനായി. പ്രതിനയന വിഭിർനർക്കനെ പോൽ അഖില ജനസ്സിലും ആത്മകൽപ്പനായി മരുവിടും അജന്നം ഇവങ്കൽ ഞാനിന്ന് അധിഗതനായി വിധൂതഭേദമോഹൻ. മൂന്ന് ശ്ലോകമാണല്ലോ വായിച്ചത്. അതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ
ജഗൽപൂജ്യമായിട്ടുള്ള മഹിമയെ പിന്നെ ഓർക്കുകയാണ്. എല്ലാവരായാലും പൂജിക്കപ്പെട്ടത് എവിടെയാണ്? ആ യുധിഷ്ഠിരരുടെ രാജസൂയത്തിൽ വെച്ചിട്ട് അതാ പൂജിക്കുകയാണ് ചെയ്തത്. എല്ലാവരെയും ആ ജഗന്മോഹന രൂപത്തോടു കൂടിയിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ആ അഗ്രാഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണോ ആ യുധിഷ്ഠിരൻ്റെ പൂജ ഏറ്റുവാങ്ങിയത്, അങ്ങനെ ജഗൽപൂജ്യനും സർവാത്മാവുമായിരിക്കുന്ന ഭഗവാൻ ഇന്ന് എൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ പാകത്തിന് എനിക്ക് എൻ്റെ മുമ്പിൽ വന്നിരിക്കണമല്ലോ. ശ്രീകൃഷ്ണനെ ധാരാളം തവണ കണ്ടിട്ടുണ്ടല്ലേ. ഭീഷ്മർ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നുണ്ട്. പക്ഷേ ആ കാണേണ്ട പോലെ കാണുക, അറിയേണ്ട പോലെ അറിയുക, അതുണ്ടല്ലേ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു. ചിലർ അറിയേണ്ടതിനെ അറിയണം, കാണേണ്ടത് പോലെ കാണണം, എന്നാലേ പറ്റില്ല. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് നമ്മളോടൊക്കെ പറയും. എന്താ കാണേണ്ടത്? കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണാൻ സാധിച്ചാൽ മാത്രമേ കണ്ണുകൊണ്ട് ഉള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ ഇപ്പോൾ ഞാനിതാ അങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇത്ര കാലം കണ്ട ശ്രീകൃഷ്ണ ഭഗവാനെയല്ല ഞാനിപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാവത്തിനെ പണ്ടേ കണ്ടു എന്ന് വിചാരിച്ചാൽ ഈ ഭീഷ്മ പിതാമഹരെ ഇതിലൊന്നും നിൽക്കില്ല. പക്ഷേ തൻ്റെ അപ്പോഴൊന്നും എന്തേ അങ്ങനെ തോന്നാന്ന് വെച്ചാൽ അതാണ് കർമ്മപ്രാരാബ്ധങ്ങൾ ഒടുങ്ങുമ്പോഴാണ് നമുക്കതിനൊക്കെ സമയം. നമുക്ക് പലപ്പോഴും നമുക്ക് സങ്കടം വരും. എനിക്കെന്താ അങ്ങനെ ആവാത്തത്, ഞാനെന്താ അങ്ങനെ ആവാത്തതെന്ന് സങ്കടം വരും. വിഷമിക്കേണ്ട, അതിനുള്ള സമയം വരുമ്പോൾ ഭഗവാൻ സ്വയമേവ നമ്മുടെ മുമ്പിൽ വന്ന് പ്രകാശിച്ച് നമുക്കത് അനുഭവമാക്കി തരും. അപ്പോൾ ഇതെല്ലാം ഈശ്വരയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ മരണസമയത്ത് ഭഗവാനെ ആ ദൃഷ്ടിമാർഗത്തിൽ ഇരുത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലോ ഭഗവാനെ എന്ന് പറഞ്ഞതാ അവിടെ ആ സ്തുതി സമർപ്പിക്കുകയാണ്. അപ്പം എല്ലാ വിധത്തിലുള്ള ആ ഭാവങ്ങളെയും ആ ഭഗവാന്റെ ആ രൂപഭേദം തമ്മിലുള്ള നാനാത്വ ബുദ്ധിയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീരെ നശിച്ചു. ഇപ്പം എനിക്ക് സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം തൻ്റെ മുമ്പിൽ സ്വരൂപം സ്വീകരിച്ചു വന്നിരിക്കുന്നതാണെന്നുള്ള ആ പരമാത്മ തത്വം എനിക്ക് ബോധ്യമായി എന്ന് പറയണം. ആ ഭൂമി ഭാരം തീർക്കാനായിട്ട് അവതരിച്ച ഒരുവനാണ്. അതിനായിട്ട് ഇങ്ങനെ ഒരു ആ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ആസുരിക ഭാവമുള്ളവരെ ഇതുപോലെയൊക്കെ ഒരു യുദ്ധത്തിനൊക്കെ കളമൊരുക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു യുദ്ധമൊക്കെ ഉണ്ടാക്കിയിട്ട്, കാരണം അവരെ വധിക്കുന്നതും നമുക്ക് തോന്നും അവരെ നിഗ്രഹിക്കുന്നു, അവരോട് ശത്രുതയല്ല. ഭഗവാന് കാരുണ്യമാണ്. കാരണം ആ ആസുരിക ഭാവം വളർന്ന് വളർന്ന് വളർന്നു വന്നാൽ എന്തുണ്ട്, അത് ലോകത്തിന് ദോഷമായിട്ട് തീരും. അവർക്ക് കർമ്മദോഷം വീഴും. അപ്പം അങ്ങനെ വളരാൻ അനുവദിക്കില്ല. അതിൻ്റെ അവരെ ആ ഒരു ഭാവത്തെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട്, ആസുരിക ഭാവത്തെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് തൻ്റെ സ്വന്തം ആ ചൂതുകളി കൊണ്ടൊക്കെ തൻ്റെ വംശത്തെ പോലും നശിപ്പിക്കുകയാണ് ചെയ്യണത്. ചൂതുകളി എന്നുള്ള ഒരു ഇത് ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ അവസാനം കാലത്ത് കാണാം ഭഗവാന്റെ സ്വന്തം കുലത്തിൽ തൻ്റെ മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെ കൂടിയിട്ട് അവസാനം എന്ത് ചെയ്യണു? യുദ്ധം ചെയ്തിട്ട് പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഇല്ലാണ്ടാവണമെന്ന് കാണിക്കാം. അപ്പോൾ ഈ ലൗകികമായ ഭാവത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് കാണിച്ചു തരിക. അതിപ്പോൾ ഭഗവാന്റെ കുലത്തിലായാലും ഭഗവാന്റെ മക്കളായാലും ഏത് നിലയ്ക്ക് ജനിച്ചാലും ആസക്തി പുറമേക്കാണെങ്കിൽ ഇതൊക്കെയാണ് ഫലം എന്ന് കാണിച്ചു തരണം. അപ്പം അതിലൂടെ ഇത് കാണിച്ചു തരുന്നതിലൂടെ എന്ത് ചെയ്യണു? ആ ലോകത്തിൻ്റെ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ടുള്ള ഇവരൊക്കെയാണ് അത്ര ഇങ്ങനെയുള്ള, അതായത് ഇതുപോലെ ആസുരിക വൃത്തിയുള്ള ഒരു ഭൂമിയിൽ ഒരാളുണ്ടായാൽ അതിൻ്റെ ഭാരം പോലും താങ്ങാൻ കഴിയില്ല. അപ്പം അനേകം പേര് അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂമിക്ക് എങ്ങനെയാണ് പറ്റുക ഭാരം താങ്ങാൻ? അപ്പം ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു ആ ഭൂഭാരത്തെ കുറയ്ക്കുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ ഭഗവാനെ ആ പരമാത്മസ്വരൂപനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിൽ ഞാനിതാ എൻ്റെ ദൃഷ്ടിയെ ഉറപ്പിച്ചുകൊണ്ട് ഈ ജീവൻ കൂട് വെടിഞ്ഞിട്ട് അങ്ങയുടെ പാദത്തിലേക്ക് അലിഞ്ഞു തീരാനായിട്ട് കൊതിക്കണു എന്ന് പറഞ്ഞ് എല്ലാം അവിടെ സമർപ്പിച്ചു എന്ന് പറയാം. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവം ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മനമാവേശ്യ
സ്വന്തശ്വാസ ഉപാരമത് സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവസ്തേ തുഷ്ണീം വയാംസീവാദിനാത്യയേ തത്താദുന്ദുഭയോ നേതുർദേവമാനവവാദിത ശശംസുർസാധവോ രാജ്ഞം ഘാത്പേതു പുഷ്പവൃഷ്ടയാ തസ്യ നിർഹരണാദയനി സംഭരേത്തസ്യ ഭാർഗവ യുധിഷ്ഠിരാകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവൻ തുഷ്ടൂന്മുനയോ ഹൃഷ്ട്വാ കൃഷ്ണം തദ് ഗുഹ്യനാം അഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയുഃ പുനഃ തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സന്ധ്വയാമാസ ഗന്ധാരീം ച തപസ്വിനീം പിത്രാചാനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭൂ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നവമോധ്യായഃ. അങ്ങനെ ആ ഒരു നവമോധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ. സൂതൻ പറഞ്ഞു ഇമ്മട്ടു പരമിച്ചാൻ തൻ മനോവാഗ്ദൃഷ്ടിവൃത്തിയാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൽ അന്തശാസ്വൻ പൊടുന്നനെ നിഷ്കള ബ്രഹ്മാർപ്പിതനായി ഭീഷ്മരെ എന്നറിവാകവേ അന്തിക്കിളികളെപ്പോലെ മൂകരായി തീർന്നിദേവരും താക്കീ മാനവരും ദേവന്മാരും ദുന്ദുഭിതക്ഷണം ശംസിച്ചു രാജശ്രേഷ്ഠന്മാർ വിണ്ണിൽ നിന്നു ഓർന്നു പൂമഴ. സംഭരേതൻ്റെ സംസ്കാരം നടത്തിയ യുധിഷ്ഠിരൻ കുറച്ചുനേരം ദുഃഖിച്ചുകൊണ്ടിരിപ്പായി ഭാർഗവ. കൃഷ്ണന്റെ ഗുഹ്യനാമങ്ങൾ പാടി ദുഷ്ടമർഷിമാർ പിന്നീട് കൃഷ്ണഹൃദയർ ചെന്നെത്തി സ്വാശ്രമങ്ങളിൽ. അപ്പോൾ ഗജാഹ്വയം പോകി കൃഷ്ണനൊത്തു യുധിഷ്ഠിരൻ കേഴും ഗാന്ധാരിയെ സ്വാന്തനിപ്പിച്ചു ധൃതരാഷ്ട്രനെ. പിതൃസമ്മതിയും കൃഷ്ണപ്രീതിയും നേടി ധർമ്മജൻ പരമ്പരാഗതം രാജ്യം ഭരിച്ചു ധർമ്മനിഷ്ഠയാൽ. പ്രഥമസ്കന്ധം 9-ാം അധ്യായം ഇവിടെ സമാപിച്ചു. ഇപ്പോൾ അങ്ങനെ ആ ഭഗവാനെ തന്നെ ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട് ആ മനസ്സുകൊണ്ട് ഭഗവാൻ ഹൃദയത്തിൽ ഭഗവാൻ നിറഞ്ഞു നിന്നു. അങ്ങനെയാകുമ്പോൾ ആ കണ്ണുകളെ കൊണ്ട് മുന്നിലുള്ള രൂപത്തെ കണ്ടുകൊണ്ട് ആ ഹൃദയത്തിൽ ആ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ ആത്മാവിനെ പ്രവേശിപ്പിച്ചുകൊണ്ട് ആ ഉള്ളിലുള്ള ശ്വാസം അടക്കിയിട്ട് ആ ഭീഷ്മര് ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ ആ ഭീഷ്മര് ലയിച്ചു എന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം മനസ്സിലായപ്പോൾ എല്ലാവരും നിശബ്ദരായിട്ടിരുന്നു. പിന്നീട് ഭീഷ്മർക്കുണ്ടായ ആ പരമശാന്തിക്ക് എല്ലാവരും അത് കണ്ടുകൊണ്ട് എല്ലാവരും ആ മൗനത്തോടു കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് മനുഷ്യർ ഭൂമിയിൽ നിന്നും വാദ്യങ്ങളൊക്കെ മുഴക്കി രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആ ബ്രഹ്മജ്ഞാനികളായിരുന്നവരൊക്കെ ഭീഷ്മരുടെ ശരീരത്യാഗ മഹിമയെ പ്രശംസിച്ചു. ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി പറയാണ്. പിന്നെ പറയണു ശൗനകമുനെ ആ സ്വർഗാംഗതനായിട്ടുള്ള ഭീഷ്മരുടെ ശവസംസ്കാരാദി കർമ്മങ്ങളെയൊക്കെ ധർമ്മപ്രവർത്തനം ചെയ്തിട്ട് കുറച്ച് സമയമൊക്കെ ദുഃഖത്തോടു കൂടിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ ആ മുനിമാർ സന്തോഷിച്ച് ശ്രീകൃഷ്ണൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങളെ ഉറക്കെ കീർത്തനം ചെയ്തുകൊണ്ട് സ്തുതിച്ചു. അവിടുന്ന് ശ്രീകൃഷ്ണനോട് സ്മരണയോടുകൂടിയിട്ട് അവരും അവരവരുടെ ആശ്രമങ്ങളിൽ പ്രവേശിച്ചു. അതോടുകൂടിയിട്ട് ആ യുധിഷ്ഠിരൻ പിന്നെ കൃഷ്ണനോട് കൂടിയിട്ട് ഹസ്തിനപുരത്തിൽ ചെന്നിട്ട് ഖേദിച്ചു കൊണ്ടിരിക്കുന്ന ധൃതരാഷ്ട്രരെയും അമ്മയായ ഗാന്ധാരിയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട്
അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ രാജാവായ ധർമ്മപുത്രരെ പിതാവായ ധൃതരാഷ്ട്രരുടെ അനുമതിയോട് കൂടിയിട്ട്, ശ്രീകൃഷ്ണൻ്റെ അനുമോദത്തോടു കൂടിയിട്ട് പരമ്പരാഗതമായിട്ടുള്ള ആ രാജ്യധർമ്മം പിഴയ്ക്കാതെ പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാമസ്കന്ധം അവസാനിക്കുന്നത്. ഇനി പ്രഥമസ്കന്ധത്തിൽ 10ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അടുത്ത ദിവസം പാരായണം ചെയ്യാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലും അതുപോലെയുള്ള ഭക്തന്മാരുടെ പാദത്തിലൊക്കെ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിലിരുന്ന് ഭഗവാനെ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെയും നിങ്ങളെ പോലെയുള്ള എല്ലാ ഭഗവാന്റെ ഭക്തന്മാരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാ അക്ഷരപ്പൂക്കളും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് എല്ലാവരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്.